പ്രൈം ടൈം തുടരുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള ആലോചനയിൽ പ്രത്യേക അന്വേഷണ സംഘം SIT നോട്ടീസ് നൽകിയിട്ടും എ പത്മകുമാർ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത സാഹചര്യത്തിലാണ് SITയുടെ പുതിയ നീക്കം. സ്വർണ്ണക്കൊള്ളയിൽ എ പത്മകുമാറിന്റെ പങ്ക് വ്യക്തമാക്കുന്ന രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞു. എൻ വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ഭാരവാഹികൾക്ക് പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരുന്നു. പിന്നാലെ എ പത്മകുമാറിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകി. എന്നാൽ ഇതിന് രേഖാമൂലം മറുപടി നൽകാതെ ബന്ധുവിന്റെ മരണം മൂലമുള്ള അസൗകര്യം ഫോണിലൂടെ അറിയിച്ചുവെന്നാണ് SIT പറയുന്നത്. രണ്ടാമതും നോട്ടീസ് നൽകണോ അതോ അറസ്റ്റിലേക്ക് കടക്കണോ എന്നതാണ് SIT ആലോചിക്കുന്നത്. എ പത്മകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക അനിവാര്യമെന്ന് അന്വേഷണ സംഘം കോടതിയിൽ ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന എൻ വാസുവിനെ കസ്റ്റഡിയിൽ ലഭിക്കാൻ തിങ്കളാഴ്ച അന്വേഷണ സംഘം അപേക്ഷ നൽകും. അതിനു മുൻപ് പത്മകുമാറിനെ ചോദ്യം ചെയ്യുക ലക്ഷ്യമിടുന്നുണ്ട്. എൻ വാസുവിനെയും എ പത്മകുമാറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതും SIT ഉറപ്പിച്ചിട്ടുണ്ട്. പിടിച്ചെടുത്ത മിനിറ്റ്സ് രേഖകളിൽ സ്വർണ്ണക്കൊള്ളയിലെ എ പത്മകുമാറിന്റെ പങ്ക് തെളിയിക്കുന്ന വിവരങ്ങളുമുണ്ട്. KP ശങ്കർദാസ് ഉൾപ്പെടെയുള്ള ബോർഡ് അംഗങ്ങൾക്കും പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ. ശബരിമല ശ്രീകോവിലിൽ നേരത്തെ പൂശിയ സ്വർണം, ദ്വാരപാലക ശില്പങ്ങളിൽ ഇപ്പോൾ പൂശിയ സ്വർണം എന്നിവയുടെ സാമ്പിൾ 17-ന് ശേഖരിക്കും. ഇതും തെളിവെടുപ്പിൽ കണ്ടെത്തിയിട്ടുള്ള സ്വർണവും ശാസ്ത്രീയ പരിശോധന നടത്തും. ഇതിന്റെ ഫലവും നിർണായകമാണ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.